ഇന്ന് മുഖ്യദൂതന്മാരായ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫായേലിൻ്റെയും തിരുനാൾ ദിവസമാണ്. കർത്താവ് അക്കംപ്ലിഷ് ചെയ്ത പൂർത്തിയാക്കിയ ഒരു രക്ഷയെ നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയാണ് ആര്? മാലാഖമാർ. അത് കർത്താവ് പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവൻ്റെ രക്തം, അവൻ്റെ ബലി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബലിയോട് ചേർന്ന് സാക്ഷ്യത്തിൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ പിശാചിനെ, നാരകീയ ശക്തികളെ തകർക്കാൻ നമുക്ക് സാധിക്കും. ഈശോ അക്കംപ്ലിഷ് ചെയ്തതിനെ, ഈശോ സാധ്യമാക്കിയതിനെ നമ്മളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? മാലാഖമാര് ചെയ്യുന്നത്. പിശാചിനെതിരെ നമ്മൾ ചെയ്യുന്ന പോരാട്ടത്തിൽ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടണം. സ്വർഗത്തിൻ്റെ ദൂത് നമുക്കറിയാനും ദൈവത്തിരഹിതം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും ഗബ്രിയേൽ മാലാഖയുടെ സഹായം തേടണം. റഫായേൽ മാലാഖ സൗഖ്യത്തിൻ്റെ മാലാഖയാണ്, യാത്രയുടെ മധ്യസ്ഥനാണ്. അപ്പോൾ നമ്മുടെ രോഗക്കടക്കയിൽ, രോഗാവസ്ഥയിൽ, യാത്രകളിൽ റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തരണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 29 തിങ്കൾ, പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളും, വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇന്ന് മുഖ്യദൂതന്മാരായ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫായേലിൻ്റെയും തിരുനാൾ ദിവസമാണ്. ആ തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള വായനകളാണ് ഇവ മൂന്നും. നമ്മുടെ റെഗുലറായിട്ട് വരുന്ന വായനകളല്ല, മറിച്ച് ഈ മാലാഖമാരുടെ തിരുനാളിൻ്റെ വായനകളാണ്. ഒന്നാം വായന, സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ അവസാനം നഥാനിയേലിനോട് ഈശോ സംസാരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ അവസാനം ഈശോ പറയുന്നൊരു വാക്യമുണ്ട്. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. അന്ത്രയോസും യോഹന്നാനും സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ പിന്നാലെ കൂടുന്നു. അന്ത്രയോസ് പോയി പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈശോ പീലിപ്പോസിനെ വിളിക്കുന്നു. പീലിപ്പോസ് പോയി നഥാനിയേലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പം നഥാനിയേലിനോട് സംസാരിക്കുകയാണ്, നീ ഇതുമാത്രമല്ല, ഉപരിയായത് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ നഥാനിയേൽ ഞെട്ടിയപ്പോൾ കർത്താവ് പറയുകയാണ്, യു ആർ കോൾഡ് ഫോർ ഹയർ തിങ്സ്. ഉപരിയായത് നീ കാണാനിരിക്കുന്നു. എന്ത്? സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും നീ കാണും. ഇത് പറഞ്ഞതൊരു കോണ്ടെക്സ്റ്റിലാണ്. യാക്കോബിൻ്റെ ഗോവണിയിലേക്കാണ് അതിൻ്റെ റെഫറൻസ് പോകുന്നത്. അതായത് യാക്കോബിൻ്റെ ഗോവണി, അങ്ങനെ ഒരു ഗോവണി യാക്കോബിന് ദർശനം കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നന്നായിട്ട് പഴയ നിയമം അല്ലെങ്കിൽ നിയമഗ്രന്ഥം അറിയാവുന്ന നഥാനിയേലിന് പെട്ടെന്ന് ആ കണക്ഷൻ പോകും, ആ സ്വർഗവുമായുള്ള ബന്ധത്തിൻ്റെ ഗോവണി. അപ്പോൾ ഇവിടെ എന്താണെന്നറിയാമോ? ഈ ഗോവണി ഈശോ തന്നെയാണ്. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവണി ഈശോ തന്നെയാണ്. ജോൺ ക്രിസോസ്റ്റം പിതാവ്, ഗ്രിഗറി ദ ഗ്രേറ്റ്, അങ്ങനെയുള്ള സഭാപിതാക്കന്മാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ മാലാഖ വൃന്ദങ്ങൾ, ദേവദൂത ഗണങ്ങൾ കർത്താവിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. വെച്ചാൽ ക്രിസ്റ്റോസെൻട്രിക്കാണ്. കർത്താവിൻ്റെ ചുറ്റുമാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. ഗോവണി കർത്താവാണ്, ബന്ധം കർത്താവാണ്. ആ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണ് മാലാഖമാരെന്ന്. അഗസ്തിനോസ് പുണ്യവാളൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഇത് കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നവർ, വചനത്തിൻ്റെ പ്രഘോഷകരുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണിത്. ഗോവണിയിലൂടെ കയറുക എന്ന് വെച്ചാൽ ധ്യാനത്തിൻ്റെ നേരങ്ങളാണ്. ധ്യാനത്തിന് സ്വർഗത്തിലേക്ക് കണക്റ്റഡ് ആവുക മെഡിറ്റേഷനാണ്, കോണ്ടംപ്ലേഷനാണ്. ഇനി ഇറങ്ങി വരിക എന്ന് വെച്ചാൽ ശുശ്രൂഷയുടെ ഇറങ്ങിവരവാണ്. രൂപാന്തരീകരണ മലയിൽ നിന്ന് കർത്താവ് ശിഷ്യന്മാരെ കൂട്ടി താഴ്വാരങ്ങളിലെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരുന്നതാണെന്ന് അഗസ്തിനോസ് പുണ്യവാളൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മാലാഖമാർ ഇന്ന് എനിക്കറിയാം, മാലാഖമാരുടെയൊക്കെ ഭക്തി കൂടുന്നുണ്ട് ആളുകൾക്ക്. പക്ഷെ മാലാഖമാരുടെ ഭക്തി കൂടുമ്പോഴും ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഗാർഡ് എടുക്കാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. മാലാഖമാരുടെ ഭക്തി കൂടുമ്പോഴും ഓർക്കണം, സെൻറ്റർ ക്രൈസ്റ്റാണ്, മിശിഹായാണ് സെൻറ്റർ. കർത്താവാണ് ഗോവണി. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിച്ച ഗോവണി കർത്താവാണ്. കർത്താവിനോട് ചേർന്നും
കർത്താവിനെ കേന്ദ്രീകരിച്ചും കർത്താവിൻ്റെ ശുശ്രൂഷയുടെ എക്സ്റ്റൻഷനാണ് ആര് ചെയ്യുന്നത്? മാലാഖമാർ ചെയ്യുന്നത്. കർത്താവ് അക്കംപ്ലിഷ് ചെയ്ത, പൂർത്തിയാക്കിയ ഒരു രക്ഷയെ നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയാണ് ആര്? മാലാഖമാർ. അങ്ങനെയാണ് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇന്നത്തെ വായന വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് 12, 7 മുതൽ 12. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടുന്നത്, യുദ്ധം ചെയ്യുന്നത്, പുരാതന സർപ്പം, ഉൽപ്പത്തിയിൽ റഫർ ചെയ്യപ്പെടുന്ന പിശാച്, പുരാതന സർപ്പത്തെ തോൽപ്പിച്ച് ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത്, സ്വർഗത്തിൽ നിന്ന് പിശാചിനെ സർപ്പത്തെ പുറത്താക്കുന്നത്, വിജയം ആഘോഷിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും, അപ്പോൾ മാലാഖയാണ് പിശാചിനെ തോൽപ്പിച്ചത്, മിഖായേലും സംഘവുമാണ് പിശാചിനെ തോൽപ്പിച്ചത് എന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾ ബൈബിൾ എടുത്തേ. ബൈബിളിൽ 10-ാമത്തെ വാക്യം, വെളിപാട് 12, 10-ാമത്തെ വാക്യം. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. ഇനി എങ്ങനെയാണത് സാധ്യമായത്? 11-ാമത്തെ വാക്യം. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. അതായത് കുഞ്ഞാടിൻ്റെ രക്തമാണ് വിജയത്തിൻ്റെ കാരണം. കുഞ്ഞാടിൻ്റെ രക്തം, ആ രക്തത്തോട് ചേർന്ന് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം, ടെസ്റ്റിമോണിയൽ ലൈഫ്, സാക്ഷ്യത്തിൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റും. അത് കർത്താവ് പിശാചിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവൻ്റെ രക്തം, അവൻ്റെ ബലി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബലിയോട് ചേർന്ന് സാക്ഷ്യത്തിൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ പിശാചിനെ, നാരകീയ ശക്തികളെ തകർക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈശോ അക്കംപ്ലിഷ് ചെയ്തതിനെ, ഈശോ സാധ്യമാക്കിയതിനെ നമ്മളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? മാലാഖമാർ ചെയ്യുന്നത്. ഓരോ മാലാഖമാർക്കൊരു ദൗത്യമുണ്ട്. മിഖായേൽ ദൈവത്തെ പോലെ ആരുണ്ടെന്ന് വെച്ചാൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നവനാണ് മിഖായേൽ. അതുപോലെ തന്നെ ഗബ്രിയേൽ ദൈവത്തിൻ്റെ ദൂത്, ദൈവതിരിഹിതം ഭൂമിയെ അറിയിക്കുന്നവനാണ്. റഫായേൽ സൗഖ്യത്തിൻ്റെ ഒപ്പം വഴി കാട്ടുന്ന മാലാഖയാണ് റഫായേൽ. തീർച്ചയായും മാലാഖമാരുടെ ഒരു ബന്ധം ആവശ്യമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ മാതാവിനെക്കുറിച്ചുള്ള ഭക്തിയെക്കുറിച്ച്, വിശുദ്ധരെക്കുറിച്ചുള്ള ഭക്തിയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ഒരിക്കലും മറന്നു പോകരുത്, മിശിഹായാണ് കേന്ദ്രം. ക്രിസ്റ്റോസെൻട്രിക്കാണ് ഏഞ്ചലിക് മിനിസ്ട്രീസ്. മാലാഖമാരുടെ ദൗത്യം മിശിഹ കേന്ദ്രീകൃതമാണെന്ന്, മിശിഹായിലാണ് രക്ഷയെന്ന് എപ്പോഴും തിരിച്ചറിയണം. അതേസമയം ഈ മാലാഖമാരുടെ മാധ്യസ്ഥ്യം തേടണം. പിശാചിനെതിരെ നമ്മൾ ചെയ്യുന്ന പോരാട്ടത്തിൽ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടണം. സ്വർഗത്തിൻ്റെ ദൂത് നമുക്കറിയാനും ദൈവത്തിരഹിതം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും ഗബ്രിയേൽ മാലാഖയുടെ സഹായം തേടണം. റഫായേൽ മാലാഖ സൗഖ്യത്തിൻ്റെ മാലാഖയാണ്, യാത്രയുടെ മധ്യസ്ഥനാണ്. അപ്പോൾ നമ്മുടെ രോഗാവസ്ഥയിൽ, യാത്രകളിൽ റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തരണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. പ്രത്യേകിച്ച് റഫായേൽ മാലാഖയുടെ തിരുനാൾ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഫീസ്റ്റാണ്. അപ്പോൾ നമുക്ക് പിതാവിനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ഒപ്പം ഈ പേരുകാരായ മൈക്കിൾ, ഗബ്രിയേൽ, റഫായേൽ പേരുകാരായ എല്ലാവരുടെയും തിരുനാൾ ദിവസമാണ്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, നിന്റെ മാലാഖമാരെ, സ്വർഗീയ ദൂതഗണങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. നിന്നോട് ചേർന്ന് നിനക്ക് ചുറ്റുമായി ശുശ്രൂഷ ചെയ്യുന്ന, നീ എന്ന ഗോവണിക്ക് ചുറ്റും ശുശ്രൂഷ ചെയ്യുന്ന, നിന്റെ സിംഹാസന സവിധ ശുശ്രൂഷ ചെയ്യുന്ന മാലാഖമാരുടെ മാധ്യസ്ഥ്യവും തുണയും ഞങ്ങൾക്ക് ബലമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.